വട്ടപ്പാറ സർവീസ് റോഡുമായി ബന്ധപ്പെട്ട തുടർ പ്രവർത്തനങ്ങൾക്കായി രൂപം നൽകുമെന്ന് പ്രഖ്യാപിച്ച ജനകീയ കമ്മിറ്റി യോഗം 2025 ഒക്ടോബർ 9 വൈകുന്നേരം 5 മണിക്ക് കാവുംപുറത്ത് വെച്ച് ചേരുന്നതാണ്. വട്ടപ്പാറ സർവീസ് റോഡുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു പത്രസമ്മേളനം നടത്തിയിരുന്നു. അതിലന്ന് ആക്ഷൻ കമ്മിറ്റിയെ അറിയിക്കാതെ നുണ പറഞ്ഞ് ജനങ്ങളെ വഞ്ചിക്കുന്ന ചെയർമാൻ്റെ നയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് കൺവീനർ സ്ഥാനം ഞാൻ രാജിവെക്കുന്നതായും അറിയിച്ചിരുന്നു. അന്ന് പറഞ്ഞതുപോലെ ജനങ്ങളെ അണിനിരത്തി പുതിയ ഒരു ആക്ഷൻ കമ്മിറ്റി ഞങ്ങൾ ഉണ്ടാക്കുമെന്നും ഈ ആവശ്യവുമായി മുന്നോട്ട് പോകുമെന്നും അറിയിച്ചിരുന്നു. അതുപ്രകാരം നാളെ, അതായത് 9/10/2025 വൈകുന്നേരം 5 മണിക്ക് കാവുംപുറത്ത് വെച്ച് ഞങ്ങളെല്ലാ വിഭാഗം ആളുകളുടെയും ഒരു യോഗം വിളിച്ചിട്ടുണ്ട്. ഇതുമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി അവിടെ ഇതിനുവേണ്ടി പുതിയ ഞങ്ങളുടെ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും ഈ ആവശ്യമായി മുന്നോട്ട് പോവുകയും ചെയ്യും. തുടർന്ന് ഇതുവരെ നടന്ന ജനവഞ്ചന തുറന്നുകാട്ടാനും ഭാവി പ്രവർത്തനങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കാനുമായി 2025 ഒക്ടോബർ 11 വൈകുന്നേരം 6 മണിക്ക് കാവുംപുറത്ത് വെച്ച് പൊതുയോഗം സംഘടിപ്പിക്കും. വട്ടപ്പാറ സർവീസ് റോഡിനായി നിയമസഭയിൽ സബ്മിഷൻ കൊണ്ടുവന്ന മുൻ മന്ത്രിയും MLAയുമായ ഡോക്ടർ KT ജലീലും ഇടതുപക്ഷ നേതാക്കളും പൊതുയോഗത്തിൽ ജനങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കും. വട്ടപ്പാറ സർവീസ് റോഡിന് റവന്യൂ ഭൂമി വിട്ടുകൊടുത്തില്ലെങ്കിൽ നഗരസഭ മറ്റൊരു സർവീസ് റോഡ് നിർമ്മിക്കുമെന്ന വളാഞ്ചേരി മുനിസിപ്പൽ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങലിന്റെ പ്രസ്താവന ജനങ്ങളെ വീണ്ടും പറ്റിക്കാനുള്ള ശ്രമമാണ്. DPR തയ്യാറാക്കിയപ്പോൾ നടന്ന അവലോകന യോഗത്തിൽ പങ്കെടുക്കാതെ ചെയർമാനും ബന്ധപ്പെട്ട MLA, MP തുടങ്ങിയവർക്കും പറ്റിയ വീഴ്ച മറച്ചുവെക്കാനാണ് ചെയർമാൻ ശ്രമിക്കുന്നത്. റവന്യൂ ഭൂമി വിട്ടുകിട്ടിയാൽ റോഡ് നിർമ്മിക്കുമെന്ന് NHAI അറിയിച്ചതായോ, റവന്യൂ ഭൂമിക്ക് വേണ്ടി ശ്രമിക്കണമെന്നോ ചെയർമാൻ ജനകീയ കമ്മിറ്റിയെ ഇതുവരെ അറിയിക്കുകയോ സർവകക്ഷി യോഗം വിളിച്ച് അധികൃതരെ കാണണമെന്ന് ആവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ല. എല്ലാം ഒറ്റയ്ക്ക് നടത്തുകയും തെരഞ്ഞെടുപ്പ് വരെ സർവീസ് റോഡ് കാണിച്ച് ജനങ്ങളെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഈ അടവ് ജനവഞ്ചനയാണ്. ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ N വേണുഗോപാൽ, KK ഫൈസൽ തങ്ങൾ, KK ഉമ്മർ ബാവ, VP സലാം, കുഞ്ഞാവ വാവാസ് എന്നിവർ പങ്കെടുത്തു. കേരളത്തിലെ പ്രമുഖ ഇന്റർനെറ്റ് കമ്പനികളെല്ലാം ഒരു കുടക്കീഴിൽ, ഒരു വിളിപ്പാടകലെ നിങ്ങളുടെ വീട്ടുമുറ്റത്ത്. സംസ്ഥാന സർക്കാരിന്റെ K-ഫോൺ, രാജ്യത്തിന്റെ സ്വന്തം BSNL, റെയിൽവേയുടെ റെയിൽവയർ, കൂടാതെ ഏഷ്യനെറ്റ്, എക്സ്ട്രനെറ്റ്, അലയൻസ്, കേരള വിഷൻ, വി ബ്രോഡ്ബാൻഡ് എന്നീ ബ്രാൻഡുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ കൂടുതൽ വേഗതയോടെ സൗജന്യമായും അല്ലാതെയും നിങ്ങളുടെ ഇഷ്ടത്തിന് അനുയോജ്യമായി തിരഞ്ഞെടുക്കാൻ കഴിയുന്ന നിങ്ങളുടെ പ്രദേശത്തെ ഒരേയൊരു സ്ഥാപനം യാനെറ്റ് സൊല്യൂഷൻസ്. ഞങ്ങളുടെ പ്രത്യേകതകൾ: നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ബ്രാൻഡുകൾ തിരഞ്ഞെടുക്കാം, സൗജന്യ ഇൻസ്റ്റലേഷൻ സൗകര്യം, ഏറ്റവും കുറഞ്ഞ മാസവരി പ്ലാനുകൾ, കോർപ്പറേറ്റ് ഹൈ പ്ലാനുകൾ, കൃത്യതയോടെയുള്ള സേവനം, കൂടാതെ TV ചാനലുകൾ അടക്കമുള്ള കോംബോ പാക്കേജുകൾ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ നിങ്ങളുടെ കേബിൾ ഓപ്പറേറ്ററെ. യാനെറ്റ് സൊല്യൂഷൻസ്, റിയലി എ സൊല്യൂഷൻ ഫോർ യു. കോൺടാക്ട് ചെയ്യൂ 9847789444 or 9961789111.